ദൈവത്തിന് സ്തുതി. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ലോകമെന്നും പടർന്നു പന്തലിച്ച ഈശോ സഭയുടെ സ്ഥാപകൻ. തന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ കാൽവശം സമർപ്പിച്ച മഹാൻ. അദ്ദേഹം സ്പെയിനിലെ ലയോളയിലെ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത്. കത്തോലിക്കനായ രാജാവിന്റെ രാജമന്ദിരത്തിൽ സേവകനായും യോദ്ധാവായും സേവനമനുഷ്ഠിച്ചു. 1521 ഫ്രഞ്ച് ആക്രമണത്തിൽ പീരങ്കി ഉണ്ടകൊണ്ട് കാലിൽ മുറിവേറ്റ വിശുദ്ധൻ തന്റെ രോഗാവസ്ഥയിലെ വിശ്രമകാലം മുഴുവനും ക്രൈസ്തവപരമായ പുസ്തകങ്ങൾ വായിക്കുവാൻ ചിലവഴിച്ചു. ക്രിസ്തുവിന്റെ വഴി പിന്തുടരുന്ന നിരവധി വിശുദ്ധരെ പോലെ അവിടുത്തെ പിന്തുടരുവാനുള്ള ശക്തമായ ആഗ്രഹം അദ്ദേഹത്തിലുളവായി. തുടർന്ന് ക്രിസ്തുവിന്റെ വിശ്വസ്ത ഭടനായി മാറി. ഇഗ്നേഷ്യസ് പാരീസ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ അതേ സർവകലാശാലയിൽ തന്നെ 9 സഹപാഠികൾക്കൊപ്പം ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ഇതായിരുന്നു പിന്നീട് റോമിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ട ഈശോ സഭയുടെ ആദ്യ അടിത്തറ. പോൾ മൂന്നാമൻ മാർപ്പാപ്പയാണ് ആദ്യമായി ഈ സഭയെ അംഗീകരിച്ചതും സ്വാഗതം ചെയ്തതും. യുവാക്കളിൽ ഭക്തിയും അറിവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. പിശാചുക്കളെ അടിച്ചമർത്തുവാനുള്ള വിശുദ്ധന്റെ ശക്തി അത്ഭുതകരമായിരുന്നു. 1552 ജൂലൈ 31 തന്റെ 65-ാം വയസ്സിൽ ക്രിസ്തുവിന്റെ ജീവിത മകുടം സ്വീകരിക്കുന്നതിനായി താൻ ജീവിതകാലം മുഴുവൻ പ്രഘോഷിച്ച് തന്റെ ദൈവത്തിന്റെ പക്കലിലേക്ക് യാത്രയായി. കൊളോസസ് 3:23 പറയുന്നു, നിങ്ങൾ ഏതു കാര്യമായാലും ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ചെയ്യുന്നത് പോലെയല്ല, ദൈവത്തിന് ചെയ്യുന്നത് പോലെ ഹൃദയപൂർവ്വം ചെയ്യുവിൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഹൃദയ താളമായിരുന്നു ഈ വാക്യം. മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോള നമ്മളോട് പറയുന്നു, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് സ്നേഹത്തിലും സേവനത്തിലും നിറഞ്ഞ ജീവിതം നയിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അദ്ദേഹം ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ ക്രൈസ്റ്റ്.